ഹായ് ഹലോ, ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ. അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തെങ്ങും പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റുള്ള കെട്ടത്തിൽ നിന്നാണ് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട്. മഹിഷിയെ വധിച്ച സ്ഥലമായതുകൊണ്ടാണ് എരുമേലിക്ക് ആ പേര് വന്നത്. തുടർന്ന് അവിടെ അധർമ്മങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതീകമായാണ് പേട്ടതുള്ളലിനെ കണക്കാക്കപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. വാവരുടെ പള്ളിയിൽ തൊഴുത ശേഷം അവിടെ നടക്കുന്ന അമ്പലപ്പുഴക്കാരുടെയും ആലങ്ങാട് ദേശക്കാരുടെയും പേട്ടതുള്ളലാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. ഇത് നമ്മുടെ അയ്യപ്പനെയും വാവരുടെയും സൗഹൃദത്തെയാണ് ഇവിടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. ശരിക്കും നമ്മളൊക്കെ ഇത് ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. കാരണമെന്ന് പറയുന്നത് ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നും തന്നെ ഇല്ല. കാരണം നാനാവിധത്തിലുള്ള ആൾക്കാർ വരുന്നു, നമ്മുടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ഒരു മതസൗഹാർദ്ദം, ശരിക്കും നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് കഴിവതും കാണാത്തവർ ഒരു തവണയെങ്കിലും ഈ പേട്ടതുള്ളലൊന്ന് എരുമേലിയിൽ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ കാണാനും ഇതൊക്കെ പറയും. കാരണം കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. 2 ദിവസത്തെ പരിപാടിയാണ്. ഒന്ന് തലേ ദിവസം ചന്ദനക്കുടത്തിൻ്റെ പരിപാടി നൈറ്റും പകലുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് എൻഡിങ്ങിൽ ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ഇവിടെ വന്നത്. എല്ലാവർക്കും അതുപോലെ ഒരുപാട് കാണാനും കാഴ്ചകൾ കാണാനും കുട്ടികളെല്ലാം കൊണ്ട് കാണിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബൈ.